അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഅലീമുൽ മുതഅല്ലിം ബിദായത്ത് സബഖ് വ ഖദ്രിഹി വ തർതീബിഹി എന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. മഹാൻ പറയുകയാണ്, വയംബഗി, വിദ്യാർത്ഥിക്ക് അത്യാവശ്യമായൊരു കാര്യമാണ്, അല്ലാ യഅ്തദ, പതിവാക്കാതിരിക്കൽ, അൽ മുഖാഫത്തത, പിറുപിറുക്കൽ, ഫി തക്റാരി, ആവർത്തനത്തിൽ. ആവർത്തിച്ച് പഠിക്കുന്ന സമയത്ത് ഉറക്ക ഓതി പഠിക്കുകയാണ് വേണ്ടത്. ലി അന്ന ദർസ, കാരണം പഠനമെന്ന് പറയുന്നത്, വ തക്റാറ, ആവർത്തനമെന്ന് പറയുന്നതും, യംബഗി, ആവശ്യമാണ്, അൻ യകൂന, അത് ആയിരിക്കൽ, ബിഖുവ്വത്തിൻ വ നശാത്തിൻ, ശക്തിയിലും ആവേശത്തിലും നല്ല ഉന്മേഷത്തിലുമായിരിക്കണം പഠനം. അല്ലാതെ ഇങ്ങനെ അടിച്ചിരുന്നിട്ട് എന്ന് പറഞ്ഞ് ഒരു പതുക്കെയുള്ള ഒരു മൂളൽ അല്ലെങ്കിൽ പിറുപിറുക്കൽ അല്ലെങ്കിൽ മനസ്സിലുള്ള വായന, ഇതൊന്നുമല്ല വേണ്ടത്. എന്നാൽ വലാ യജ്ഹറു, വളരെ സൗണ്ട് ഉയർത്തി ഭയങ്കരമായ ശബ്ദത്തിൽ ഓതാനും പാടില്ല. ജഹ്റൻ, വളരെ ശബ്ദത്തിൽ. യുജ്ഹിദു നഫ്സഹു, സ്വയം ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന രീതിയിൽ. കൈലാ യൻഖത്തിഅ, അത് മുറിഞ്ഞു പോകാതിരിക്കാനാണ്. അനി തക്റാരി, ഈ ആവർത്തനം. വല്ലാതെ ആവർത്തിച്ച് വല്ലാതെ ശബ്ദമുയർത്തി പഠിച്ചിട്ട് ആ ശബ്ദത്തിൻ്റെ ക്ഷീണം കാരണം പിന്നെ ബാക്കി ഭാഗങ്ങൾ ആവർത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ആവർത്തനം മുറിഞ്ഞു പോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഫഖൈറുൽ ഉമൂരി, എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും നല്ല കാര്യം ഔസതുഹ, ആ കാര്യത്തിലെ മധ്യനില ഉപയോഗിക്കലാണ്. ഏറ്റവും ടോപ്പും ഏറ്റവും ലോ ലെവലുമല്ല, ഒരു മധ്യനിലയിൽ, മീഡിയം ലെവലിൽ പോകലാണ് ഏറ്റവും നല്ലത്. ഓവറാക്കിയാൽ ഇല്ലാതെയാവുകയേ ഉള്ളൂ. പതുക്കെ ആയിക്കഴിഞ്ഞാലും അതൊരു മട്ടത്തിലാവില്ല, ഒരു രൂപം, നമുക്കൊരു രസം അതിൽ നിന്ന് കിട്ടില്ല. വഹുക്കിയ അന്ന അബാ യൂസുഫ്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി കാന യുദാക്കിറുൽ ഫിഖ്ഹ മഅൽ ഫുഖഹാ, കാന യുദാക്കിറുൽ ഫിഖ്ഹ, ഫിഖ്ഹിൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുമായിരുന്നു. മഅൽ ഫുഖഹാഇ, ഫഖീഹുകളോടുകൂടെ, പണ്ഡിതന്മാരോടൊപ്പം. ബിഖുവ്വത്തിൻ വനശാത്തിൻ, വളരെ ഉന്മേഷത്തിലും ആവേശത്തിലും. അങ്ങനെ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ കാന സിഹ്റുഹു, അദ്ദേഹത്തിൻ്റെ മരുമകൻ ആയിരുന്നു, ഇൻദഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത്, യതഅജ്ജബു മിൻഹു ഫി അംരിഹി, ഈ കാര്യത്തിൽ വളരെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുമായിരുന്നു. ആശ്ചര്യപ്പെട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കും മരുമകൻ. കാന യഖൂലു, ആ മരുമകൻ പറയുമായിരുന്നു, അന അഅ്ലമു, എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, എനിക്ക് അറിയാം, അന്നഹു, തീർച്ചയായും ഉപ്പ, ആ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, ജാഇഉൻ, വിശക്കുന്നവനാണ്, ഭക്ഷണം കഴിക്കാത്തവനാണ്, വിശന്ന് സഹിച്ചു നിൽക്കുകയാണ്. മുൻദു 5 അയ്യാമിൻ, 5 ദിവസമായിട്ട്. വമഅ ദാലിക അന്നഹു, ഈ വിശപ്പും ദാഹവും ക്ഷീണവുമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, യുനാദിറു ബിഖുവ്വത്തിൻ വനശാത്ത്, അദ്ദേഹം സംവാദങ്ങളും മുഖാമുഖങ്ങളും നടത്തിയിരുന്നത്, ചർച്ചകൾ ചെയ്തിരുന്നത് വളരെ ഉന്മേഷത്തിലും ആവേശത്തിലുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം പഠിക്കുമ്പോഴും അത് ആവർത്തിക്കുമ്പോഴും എപ്പോഴും നല്ല ഉന്മേഷവും ആവേശവും ആ കാര്യം എത്തിപ്പിടിക്കാനുള്ള ഒരു വ്യഗ്രതയും ത്വരയും നമ്മിലുണ്ടായിരിക്കണം. ചടഞ്ഞുകൂടിയിരുന്ന് മെല്ലെ ഇങ്ങനെ മൂളി വായിക്കുകയോ അല്ലെങ്കിൽ ഉറക്കെ ഭയങ്കര ശബ്ദത്തിൽ നമ്മുടെ ശരീരത്തെ തന്നെ ക്ഷീണിപ്പിക്കുന്ന രീതിയിൽ വായിക്കുകയോ ചെയ്യരുത്. അള്ളാഹു അത്തരം നല്ല ഇൽമിൻ്റെ അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും മഹാന്മാരുടെ മദതിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.